സ്റ്റോപ്പ്. നല്ല പൗരബോധം. സർ, താൻ ആ സൈൻ കണ്ടോടോ? ഇതിന്റെ ഡ്രൈവറോട് പോയി. ആരുടെ വണ്ടി? അറക്കൽ അശോക് സാറിൻ്റെതാ. ഓഹോ, അശോക് സാർ എങ്ങോട്ടാ പോയത്? ആ ബിൽഡിംഗിലേക്ക്. ആ, താ ഒരു കാര്യം ചെയ്യ്, അശോക് സാറിനോട് ഉടനെ വണ്ടി മാറ്റിയിടാൻ പറ. ഞാൻ വന്നപ്പോഴേ പറഞ്ഞതാ സാർ, നോ പാർക്കിംഗ് ആണ്, വണ്ടി പാർക്ക് ചെയ്യരുതെന്ന്. കേട്ട പാവം പോലും കാണിക്കാതെ മൂപ്പര് പോയി. സാരമില്ല, താൻ ഒരിക്കൽ കൂടെ ചെന്ന് അദ്ദേഹത്തിനോട് പറ വണ്ടി മാറ്റിയിടാൻ. എടോ AC പറഞ്ഞെന്ന് പറയടോ. ശരി സാർ. വേണ്ട സാർ, വണ്ടി അവിടെ തന്നെ കിടക്കട്ടെ. ആ എന്നാ പിന്നെ കിടക്കട്ടെ സാർ. ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് പോയിരിക്കാൻ കണ്ട നേരം. സാർ സാർ സാർ, ഞാനുണ്ട്. പാൻ്റൊക്കെ തന്നെ സാർ. അയാൾക്ക് മനസ്സിലായി കാണുമല്ലേ? ഇനി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തോളൂ. വണ്ടി എവിടെ? കാർ എവിടെ? ഇവിടെ കിടന്ന വണ്ടി എവിടെ? സാർ, അത് ഇവിടെ ഇട്ടിരുന്ന വണ്ടി എവിടെയെന്ന്? സാർ, അത് വണ്ടി നിർത്ത്. സാർ, ഇവിടെയല്ലേ ഇട്ടിരുന്നേ? അശോകേട്ടാ, അശോകൻ എന്താ ഇവിടെ നിൽക്കണേ? എന്ത് പറ്റി? എന്ത് പറ്റി മധു? ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഞങ്ങളുടെ കാറ് കാണാനില്ല. എവിടെയോ കാറ്? പോലീസ് കൊണ്ടുപോയി മാഡം. പോലീസോ? ആരെ കൊണ്ടുപോയത്? അത് മാഡം ആദ്യം പുതിയ AC വന്ന് നോക്കി, പിന്നെ CA വന്ന് വണ്ടി പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അശോകേട്ടന്റെ കാറാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു മാഡം. എന്നിട്ട് അശോകേട്ടാ ഒന്ന് നിൽക്കൂ. വരൂ, എന്റെ കാറിൽ പോവാം. അശോകേട്ടാ, വേണ്ട വേണ്ട വേണ്ട, വണ്ടി എടുക്കണോ? അശോകേട്ടാ, അശോകേട്ടാ, ഞാനൊന്ന് പറയട്ടെ. കൊച്ചിയെ പറ്റി അവൻ എന്താ വിചാരിച്ചേ? ഇനിയിപ്പോ എന്തൊക്കെ ആകുമെന്തോ. മാറോ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. എവിടെയോ സാർ, അകത്തിരുന്ന് സംസാരിക്കാം. ചാർജ് എടുത്തിട്ട് 3-4 ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് ഷൈൻ ചെയ്യാൻ തുടങ്ങിയോ? ഈ നഗരത്തിന്റെ ഭൂമിശാസ്ത്രം അറിയാതെ ഇങ്ങോട്ട് വിട്ടാ ഇങ്ങനെയൊക്കെ ഇരിക്കും. താൻ നേരെ ആവില്ലടോ. അത് ശരിയാ. എന്റെ MLA ഇങ്ങനെ ചെറിയ കാര്യം വലുതാക്കുന്നോ? AC പുതിയ ആളായതുകൊണ്ട് പറ്റിപ്പോയതാ. സാർ അത് കൈയോടെ അവിടെ തന്നെ കൊണ്ടുവന്ന് ഇട്ടേക്ക്. ആളറിയാതെ കാറ് കെട്ടിവലിച്ചുകൊണ്ട് പോന്നു. ക്ഷമിക്കണം മാഡം, ആളറിഞ്ഞിട്ട് തന്നെ വണ്ടി ഇങ്ങോട്ട് കെട്ടി വലിച്ചോണ്ട് വന്ന്, അല്ലാതെ അബദ്ധം പറ്റിയതൊന്നുമല്ല. നഗരത്തിലെ VVIP ബോധപൂർവ്വം തെറ്റ് ചെയ്തപ്പോ നിയമത്തിന്റെ വഴിക്ക് നീങ്ങി, അത്രേ ഉള്ളൂ. നിയമത്തിന് നീങ്ങാൻ പല വഴികളുമുണ്ട്. 19 ലക്ഷം വിലയുള്ള കാറിനെ കൂതറ കക്കൂസ് വണ്ടി ഉപയോഗിച്ച് എല്ലാം കെട്ടി വലിക്കേണ്ടത്. ഉടമസ്ഥൻ ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്നെ തരം താഴ്ത്താനും അവമാനിക്കാനും വേണ്ടി ചെയ്താണ് ഇയാൾ. സാർ, അങ്ങനല്ല. എന്ത് യോഗ്യതയുണ്ട് ഇയാൾക്ക് ഇതുപോലൊരു കാറ് കെട്ടിവലിച്ച് കൊണ്ടുവരാൻ? ഇല്ല മാഡം, ഒരു യോഗ്യതയുമില്ല. സമ്മതിച്ചു. അതുകൊണ്ടാണ് ഇതുപോലൊരു കാറ് കൈകൊണ്ട് തൊട്ട് അശുദ്ധമാക്കാതെ ഇങ്ങനെ പാതി നിലം തൊടാതെ കെട്ടി വലിച്ചു കൊണ്ടുവന്നത്. ഇത് തീർക്കാൻ ഉദ്ദേശമില്ലേ അശോകേട്ടന്? ഇത് തീരാൻ ഇനി എന്താ വേണ്ടത്? ഇതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല മാഡം. 50 ലക്ഷം രൂപ വില മതിക്കുന്ന ഈ കാറിന് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വില 50 രൂപയാണ്. ജസ്റ്റ് 50 റുപ്പീസ്. ആ 50 രൂപ പിഴ അടച്ച് ഈ കാർ എടുത്തോണ്ട് പോയിക്കോട്ടെ അല്ലേ തോമസ്? അതെ സാർ, ട്രാഫിക് റൂൾ തെറ്റിച്ചൊരു പിഴ. പണം അടച്ച് റെസിറ്റും കൊടുത്ത് പറഞ്ഞുവിട്. ചില്ലി കാശ് നടക്കില്ല. ഇവിടെ കിടന്ന് തുരുമ്പെടുത്താലും കത്തി ചാമ്പലായാലും ശരി, ഞാനിനി ഇത് കൈകൊണ്ടുവിടില്ല. അശോകേട്ടാ, എന്തേ? ആരാങ്ങോട്ട്? പൊട്ടിയില്ല. ഈ ഉണക്ക കമ്പ് കൊണ്ട് അടിച്ചാലൊന്നും സായിപ്പിന്റെ ഗ്ലാസ് പൊട്ടില്ല. ഇത് വെച്ച് എന്താ നിർത്തിയത്? പൊട്ടിക്കണോ? DGPയോട് ഞാൻ കാല് പിടിച്ചു പറഞ്ഞതാ, ഈ വക സാധനങ്ങളെയൊന്നും കൊച്ചി പോലുള്ള മെട്രോയിലേക്ക് അയക്കരുതെന്ന്. ഇതുപോലത്തെ സാധനത്തിനെ കൊച്ചിയിലേക്ക് അയച്ചത് MLAയുടെ പിടിപ്പ് കേടുകൊണ്ട്. അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ മതി ഒരു AC-യുടെ ട്രാൻസ്ഫർ തടയാൻ. ഈ നഗരത്തിന്റെ മഹാനായ MLA DGPയുടെ കാല് പിടിച്ച് തൊഴുതിട്ടും ഒരു AC-യുടെ ട്രാൻസ്ഫർ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ MLA സ്വന്തം നിലയും വിലയും അളക്കേണ്ട സമയമായി. ഞാൻ കൊച്ചിയിലേക്ക് വന്നത് എന്റെ ഇഷ്ടപ്രകാരമാണ്, അല്ലാതെ ആരെങ്കിലും അയച്ചിട്ടോ ഇവിടുന്ന് വിളിച്ചിട്ടോ അല്ല. ഇവിടുന്ന് പോകുന്നു അതുപോലെ ആയിരിക്കും. അപ്പൊ താൻ കുറെ നാൾ ഇവിടെ ഉണ്ടാകും. ഉണ്ടാക്കും. മാഡം, 50 രൂപ പിഴ അടിച്ചിട്ട് സാറിനോട് വണ്ടി എടുത്തോണ്ടോ പറ. അശോകേട്ടാ,
മുറ്റു. സാർ മേയർ 50 രൂപ കെട്ടിവെച്ചു. വണ്ടി വിട്ടുകൊടുക്കാമോ സാർ? ഉം. ടാറ്റ കാണിക്കുന്നത് ഞാൻ കണ്ടു. കണ്ട ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. എല്ലാ യുദ്ധത്തിന്റെ അവസാനത്തിലും ഒരു സന്ധിയും സമാധാനമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ സന്ധിയുമില്ല, സമാധാനവുമില്ല. ഇത് കഥ വേറെയാണ് രമണൻ സാറേ. അപ്പൊ ടാറ്റ കാണിച്ചത് ടാറ്റ എന്നല്ല, പിന്നെ വാ വാ എന്നല്ല ഞാൻ കാണിച്ചത്. ശരി സാർ. ഓ, ഈ ചേട്ടനെ ഒരു പിടിയും കിട്ടുന്നില്ല. മുറ്റ കൊച്ചിയിൽ നമ്മുടെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. മുരളി ലോഡ്ജിൽ നിന്ന് കിട്ടിയ മൊബൈലിന്റെ സിം കാർഡ് ഡീകോഡ് ചെയ്തപ്പോൾ ചില ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. സിമ്മിന്റെ ഒറിജിൻ ശ്രീനഗറാണ്. Excuse me. ഓക്കെ. മോസ്റ്റ് ഓഫ് ദ ഔട്ട് ഗോയിങ് ആൻഡ് ഇൻകമിംഗ് കോൾസ് ആർ either ISD or STDs. പക്ഷെ ഒരേ ഒരു കോൾ മാത്രം കൊച്ചിയിൽ നിന്ന്. ജസ്റ്റ് ഓൺ കോൾ, വൺ ഇൻകമിംഗ് കോൾ ഫ്രം 0484-257-9393 എന്ന BSNL ലാൻഡ് ഫോണിൽ നിന്ന്. ആ ലാൻഡ് ഫോണിന്റെ ഉടമസ്ഥൻ വൺ ഇസ മുഹമ്മദ് ഹാജി. ആ പേര് വളരെ പോപ്പുലർ ആണല്ലോ. യെസ് ഫസൽ, ഹി ഈസ് വെരി പോപ്പുലർ, ഹി ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഹി ഈസ് വെരി പവർഫുൾ. അയാളെ ഒന്ന് ചോദ്യം ചെയ്താലോ? എന്തിന്? അയാൾക്കും ടെററിസ്റ്റുകൾക്കും തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ടെന്ന് ആര് പറഞ്ഞു? സമുദായ നേതാവും പ്രമാണിയുമായ അയാളുടെ വീട്ടിൽ പ്രതിദിനം അനവധി പേർ വന്നു പോകുന്നുണ്ടായിരിക്കാം. അവരിൽ ആരെങ്കിലും ഒരാൾ ഈ ഹാജിയുടെ ഫോൺ ഉപയോഗിച്ചതാണെങ്കിൽ, ഇത് ഞാൻ പറയുന്നതല്ല, അയാൾ അങ്ങനെ ഒരു ഡിഫൻസ് കൊണ്ടുവന്നാൽ വി ഹാവ് നോ ആൻസർ. ആദ്യമായിട്ടാണ് ഇസ മുഹമ്മദ് ഹാജി എന്ന പേര് നമ്മൾ കേൾക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിനിടയിൽ ആ പേര് വീണ്ടും കേൾക്കാനിടയായാൽ നോ ഡൗട്ട് വി വിൽ ബുക്ക് ഹിം. ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊച്ചിയിലെത്തി. ഇനി അങ്ങോട്ടുള്ള അന്വേഷണം? ഐ ഹാവ് എ പ്ലാൻ. നിരോധിക്കപ്പെട്ട മതമൗലികവാദ സംഘടനകളിലും തീവ്രവാദ സംഘടനകളിലും പണ്ട് ആക്റ്റീവായിരുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കണം, എസ്പെഷ്യലി യൂത്ത്സ്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി സമീപകാലത്തോ പണ്ടോ ജാമ്യം നിന്നവർ, കേസ് വാദിച്ച വക്കീലന്മാർ, അവരെ ജയിലിൽ പോയി സന്ദർശിച്ചവർ, അവരുടെ വിവരങ്ങളും ശേഖരിക്കണം. അല്പം ബുദ്ധിമുട്ടാണ്, എങ്കിലും ശേഖരിക്കാം സാർ. അതുപോലെ അടുത്ത കാലത്ത് നടന്ന വാഹന കച്ചവടങ്ങൾ, എസ്പെഷ്യലി ഓൾഡ് മോഡൽ കാറുകൾ, വാനുകൾ, ആ വിവരങ്ങളും ലഭ്യമാക്കണം. ഒരു കാർ ബോംബ് അല്ലെങ്കിൽ വാൻ ബോംബ്? യെസ്, ലെറ്റ് us not spare anything. അവസാനമായി നഗരത്തിൽ നിന്ന് അല്പം മാറി അടുത്ത കാലത്ത് ആരെങ്കിലും ഒറ്റപ്പെട്ട വീട് ഏതെങ്കിലും വാടകയ്ക്ക് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടോ? അതും അന്വേഷണത്തിൽ വരണം. ഇത്രയും ഡീറ്റെയിൽസ് ഒരാഴ്ചക്കകം കളക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മാക്സിമം ശ്രമിക്കാം സാർ. അതെ, ഭക്ഷണം റെഡി ആയിട്ടോ. ആ, ഇപ്പൊ ചായ കുടിച്ചുള്ള മണി കുറച്ച് കേട്ടെ. അതെ, അമ്മണി കുറച്ചാൾ ഞങ്ങളെ സഹിക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടും. കൂടിയില്ലെങ്കിലേ മണിക്ക് പരാതിയുള്ളൂ സാർ. അതെ, മിസ്റ്റർ അശോകന് എന്റെ ബ്രാഞ്ചിലെ അക്കൗണ്ട്. അയാളുടെ മകൾ മധുവുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. ഒരു കോംപ്രമൈസിന് ശ്രമിക്കട്ടെ. എന്ത് കോംപ്രമൈസ്? ഞാനും അശോകനും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് അമ്മണിയോട് ആരാ പറഞ്ഞ? അല്ലാതെ പോലീസ് സ്റ്റേഷനുണ്ടായ സംഭവം ഞാൻ ചുമ്മാ മണിയോട്. പറ, ഞാൻ കോംപ്രമൈസിന് ശ്രമിക്കട്ടെ. ശ്രമിക്കണ്ട എന്ന് ഞാൻ പറയില്ല. അതെന്താ? എന്നെ അറിയാമെന്ന് പറഞ്ഞ അമ്മണിയുടെ ബാങ്കിലെ ജോലി വരെ ക്ലോസ് ആയി പോകും. വെറുതെ എന്തിനാ പുലിവാല് പിടിക്കുന്നത്? പോയി ഭക്ഷണം എടുത്തു വയ്ക്ക്. അതൊന്നും അങ്ങനെ തീരുന്ന കാര്യമല്ലടോ.